അവന്റെ കണ്ഠത്തിലെ സ്വർണമണിമാല കണ്ടില്ലേ? ഇവന് യോജിക്കുന്ന പേര് മണികണ്ഠൻ എന്ന് തന്നെ. മണികണ്ഠൻ, മണികണ്ഠൻ, സർവജീവദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കണ്ഠനെ മണികണ്ഠനെ നീലകണ്ഠനെ മൈന്ദനെ കണ്ഠനെ മണികണ്ഠനെ നീലകണ്ഠൻ മൈന്ദനെ കണ്ഠനെ മണികണ്ഠനെ നീലകണ്ഠൻ മൈന്ദനെ കണ്ഠനെ മണികണ്ഠനെ നീലകണ്ഠൻ മൈന്ദനെ കണ്ഠനെ മണികണ്ഠനെ നീലകണ്ഠനെ മൈന്ദനെ കണ്ഠനെ മണികണ്ഠനെ നീലകണ്ഠനെ കണ്ഠനെ മണികണ്ഠനെ നീലകണ്ഠനെ മൈന്ദനെ ഹരിയും ഹരനും ഹരിയും ഹരനും ഇരുവരും சேர்ந்து ஹரிஹர சுதனாய் காட்சி தந்தாய். ஹரியும் ஹரனும் இருவரும் சேர்ந்து ஹரிஹர சுதனாய் காட்சி தந்தாய். ஹரியும் ஹரனும் இருவரும் சேர்ந்து ஹரிஹர சுத
காட்சி தந்தாய் ஹரியும் ஹரனும் இருவரும் சேர்ந்து ஹரிஹர சுதனாய் காட்சி தந்தாய். ഉദിച്ച സൂര്യനാണോ ഉരുക്കു തങ്കമാണോ പിറന്ന പുണ്യരൂപൻ പ്രഭാമയൻ വിളക്കു വച്ചതാണോ വിശിഷ്ട പുഷ്പമാണോ വിരുന്നു വന്ന ദേവൻ മനോഹരൻ അനേക നാൾ കൊതിച്ചൊരി മുഖാരവിന്ദ ദർശനം മനോഭിരാമരമ്യ രൂപദിവ്യ ദർശനോത്സവം ഉദിച്ച സൂര്യനാണോ ഉരുക്കു തങ്കമാണോ പിറന്ന പുണ്യരൂപൻ പ്രഭാമയൻ കുഞ്ഞുപാദപത്മമുദ്ര പൂത്തപൂഴി എത്ര സുന്ദരം നിത്യസുന്ദരം സുന്ദരം എങ്ങുമെങ്ങും ഉൾപ്രബോധമായി മോദമായി മണ്ണിലാകെ ഇന്ദ്രചാപമായി പന്തള രാജ്യമഖിലം ഒരു നിർവൃതി ചൂടി മുകുളിത ഹൃദയമഖിലം ഒരു കാതളി പാടി പന്തള രാജ്യമഖിലം ഒരു നിർവൃതി ചൂടി മുകുളിത ഹൃദയമഖിലം ഒരു കാതളി പാടി ഉദിച്ച സൂര്യനാണോ ഉരുക്കു തങ്കമാണോ പിറന്ന പുണ്യരൂപൻ പ്രഭാമയൻ 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 പ്രകാശിതം അയോഗ്യവേദമേ സുമോഹനം സുശോഭനം പ്രഭാമയൻ പ്രകാശിതം അയോഗ്യവേദമേ സുമോഹനം സുശോഭനം പ്രഭാമയൻ പ്രകാശിതം അയോഗ്യവേദമേ സുമോഹനം സുശോഭനം അയ്യപ്പൻ മഹാരാജാവായാൽ പന്തളവാസികൾ എന്നെക്കുറിച്ച് എന്ത് പറയും? സ്വന്തം മകൻ ജീവനോടെ ഇരിക്കുമ്പോൾ വളർത്തുമകനെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കിയെന്ന് എല്ലാവരും എന്നെ പഴിക്കില്ലേ? അവരെല്ലാവരും എന്നെ കളിയാക്കില്ലേ? അതെ, ഇതെങ്ങനെ വിട്ടാ പറ്റില്ല. എന്റെ മകനാണ് രാജാവാകേണ്ടത്. ഇതിനെക്കുറിച്ച് ഞാൻ മഹാരാജാവിനോട് സംസാരിക്കണം. മഹാരാജാവേ, മഹാറാണിക്ക് വന്നിരിക്കുന്ന ഈ വേദന ശമിക്കണമെങ്കിൽ കാട്ടിൽ പോയി പുലിപ്പാല് കൊണ്ടുവന്നേ മതിയാകും. അതിൽ എൻ്റെ അടുത്തുള്ള ഔഷധങ്ങൾ കലക്കി മരുന്ന് തയ്യാറാണ്. അത് സേവിച്ചാൽ ഉടനെ ഈ വേദന ശമിക്കും. പുലിപ്പാൽ എങ്ങനെയാണ് ഇവിടെ എത്തിക്കുക? ആരാണത് കൊണ്ടുവരിക? പിതാവേ, മാതാവിന്റെ വേദന ഇല്ലാതാക്കാൻ ഞാൻ തന്നെ കാട്ടിലേക്ക് പോയി പുലിപ്പാൽ കൊണ്ടുവരാം. ഇതറിഞ്ഞ കാട്ടിലെ മുനിമാർ തങ്ങൾക്കൊരു വിമോചനം വന്നു എന്നറിഞ്ഞ് സന്തോഷിച്ചു. അയ്യപ്പനെ സമീപിച്ചവർ മഹിഷിയാൽ ഏർപ്പെട്ട ദുരിതങ്ങൾ അറിയിച്ചു. അയ്യപ്പൻ തന്റെ അവതാരത്തിന്റെ ഉദ്ദേശം നിറവേറ്റുവാനുള്ള സമയം അടുത്തതറിഞ്ഞു. മനസ്സിൽ ശിവഭഗവാനെ ധ്യാനിച്ചു. മഹാവിഷ്ണുവിനെയും നമസ്കരിച്ചുകൊണ്ട് യുദ്ധം ആരംഭിച്ചു.